എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഒരു ട്രിപ്പ് പോവുകയാണ്. അന്നപ്പം എങ്ങോട്ടേക്കാണൊക്കെ തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഞങ്ങൾ കന്യാകുമാരി പോകണം. അപ്പം പോകുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒരു ബ്ലോഗായിട്ട് എടുക്കും. അപ്പം അങ്ങനെ ഞങ്ങളിതാ ഇറങ്ങി. ഏട്ടനും മോനും ഇറങ്ങി. ഓരോരുത്തരും ഓരോ പെട്ടിയായിട്ടാണ് ഇറങ്ങിയത്. മോൻ്റെ കളിക്കുന്ന ആട്ടോ എടുത്തത്. അങ്ങനെ ഞങ്ങളൊരു 7 മണിയാകുമ്പോഴാണ് ഇവിടുന്ന് ഇറങ്ങിയത്. കാറിലാണ് പോയത്. ഏട്ടൻ്റെ ഒരു ഫ്രണ്ടും ഓരോ ഫാമിലിയും ഉണ്ടായിരുന്നു. പോകുന്ന ഇടയിലുള്ള ഓരോ ചെറിയ ചെറിയ ക്ലിപ്പുകൾ ഞാനിങ്ങനെ എടുത്തതാണ്. പിന്നെ മക്കൾ നല്ല കളിയാണ്. പോകുന്ന ഇടയിൽ ഞങ്ങളൊന്ന് നിർത്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അന്നപ്പം അതിന് ശേഷമാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. പെയിൻറ്റിങ്ങും കളികളും ഒക്കെ ആയിട്ട് അവരങ്ങ് സ്റ്റാർട്ടായി. പിന്നെ ആദ്യം തന്നെ ഞങ്ങളിപ്പോൾ പോകുന്നത് പത്മനാഭപുരം പാലസിലേക്കാണ്. അവിടുന്ന് അതൊക്കെ കണ്ടിട്ടാണ് കന്യാകുമാരി പോകുന്നത്. അപ്പം പോകുന്ന ഇടയിൽ നല്ല നല്ല കാഴ്ചകൾ കണ്ടപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ. പത്മനാഭപുരം പാലസ് എത്തി. അവിടെ ചെരുപ്പൊന്നും ഉള്ളിൽ അലൗഡല്ല, അതൊക്കെ പുറത്ത് വെച്ച്. അവിടെ ചെരുപ്പ് മാത്രമല്ല വീഡിയോസും എടുക്കാൻ പറ്റില്ല, ഫോട്ടോസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് മാത്രം എടുത്ത് ഇതിൽ ക്ലിപ്പ് ചെയ്താണ്. ഇതിൻ്റെ ഉള്ളിലൊരു കഫ്റ്റീരിയ ഒക്കെ ഉണ്ട്. ഇപ്പോൾ ചായ കുടിക്കാനും ഒക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ കഫ്റ്റീരിയ ഉണ്ട്. ഇവിടെ നിന്ന് വെച്ചിട്ടാണല്ലോ നമ്മൾ ആ മണിച്ചിത്രത്താഴ് ഷൂട്ട് ചെയ്തത്, ചില ഭാഗങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഇതാണ് രാജാവിൻ്റെ അവിടുത്തെ കട്ടിൽ. അതിന് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, എന്തൊക്കെയോ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനതൊന്നും പറയുന്നില്ല. പിന്നെ ഇതാ കുറേ ക്ലിപ്പ് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ ഫോട്ടോ എടുക്കുകയാണ് ചെയ്തത്. വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് കണ്ട് പിന്നെ അടുത്ത കൊട്ടാരം കാണാൻ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ മക്കൾക്ക് വിശക്കുമല്ലോ, അപ്പോൾ ഭക്ഷണമൊക്കെ ഈ കഫ്റ്റീരിയ പോയിട്ട് ജ്യൂസും ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇതാണ് നമ്മളെ ശോഭന എൻ്റെ ആ ഡാൻസൊക്കെ ഇല്ല മൺചിത്രത്താഴ് ആ ഒരു സ്ഥലം. അവിടെയൊന്നും വീഡിയോ പറ്റില്ല, ഫോട്ടോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസ് മാത്രം എടുത്തിട്ട് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. ഇത് അവരുടെ കിച്ചണാട്ടോ, പണ്ട് കാലത്തുള്ള കിച്ചണാണ്. കിച്ചണിലുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നതാണ്. പിന്നെ അവിടുന്ന് നേരെ കന്യാകുമാരി എത്തി. ഉച്ചയ്ക്ക് ഒരു 1 മണിയൊക്കെ 1:30 ആകുമ്പോഴത്തേക്ക് കന്യാകുമാരി എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാ കന്യാകുമാരിയിലുള്ള വ്യൂ. ഞങ്ങളവിടെ ചെന്നപ്പം അന്ന് തന്നെ ബോട്ട് സർവീസിൽ കയറി മറ്റേ വിവേകാനന്ദ സ്റ്റാച്യൂവിൻ്റെ അടുത്തേക്ക് പോകാൻ വിചാരിച്ചു. പക്ഷേ അന്ന് ഞങ്ങളവിടെ എത്തിയതിന് ശേഷമാണ് അറിഞ്ഞത് അവിടെ കടലിറങ്ങിയിട്ട് ബോട്ട് സർവീസ് നിർത്തിയതായിരുന്നു. ഇനി നാളെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് പോകാൻ പറ്റില്ല, പിറ്റേന്നാണ് പോയത്. അപ്പോൾ അന്ന് ഞങ്ങൾ അവിടെയുള്ള പാർക്കിലും ഒക്കെ ആയിട്ട് സമയം ചിലവഴിച്ചു. പിന്നെ നല്ല ഭംഗിയാട്ടോ അവിടെ, നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ കടലും നല്ല കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവിടുത്തെ കാഴ്ചകൾക്കൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അവിടെ പോയിട്ട് പിന്നെ ആ വിവേകാനന്ദ റോക്കിലേക്ക് പോകാൻ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇതാണ് ഞങ്ങളെ ഹോട്ടലിൻ്റെ ടെറസിൽ നിന്നുള്ള വ്യൂ. നല്ല ഭംഗിയാണ്. ഇനി രണ്ട് കടൽ കൂടിച്ചേരുന്നതും അതൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഈ ടെറസിൽ നിന്നിട്ടുണ്ടെങ്കിൽ മോർണിംഗിൽ സൺറൈസ് കാണാം, സൺസെറ്റ് കാണാൻ പറ്റില്ല എന്ന് ഒരാദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 2 കടൽ കൂടിച്ചേരുന്നതും ഒക്കെ ആ കടലിൻ്റെ കളറ് തന്നെ വ്യത്യാസം നമുക്ക് മനസ്സിലാകാം. പിന്നെ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ എടുത്തു ഈ ടെറസിൽ നിന്നിട്ട്. പിന്നെ ഞങ്ങൾ നേരെ റൂമിൽ പോയി. ഇതാണ് ഞങ്ങളെ റൂം, AC ആണ്. ശിവമുരുകൻ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ഞങ്ങൾ റൂം എടുത്തത്. നല്ല റൂമാട്ടോ, എല്ലാം ഉണ്ട്. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് എന്തായാലും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ അധിക സമയം റൂമിലൊന്നും അല്ലായിരുന്നു ഉള്ളത്. ഞങ്ങൾ പുറത്ത് കാഴ്ചകളൊക്കെ കാണാൻ പോയി. അങ്ങനെയായിരുന്നു, കിടക്കാൻ വേണ്ടി മാത്രം, അത്രയേ ഉള്ളൂ, ഒന്ന് ഫ്രഷ് ആവാനും. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ബാൽക്കണിയിലുള്ള വ്യൂ ഇങ്ങനെയാട്ടോ, ഒന്നും അത്ര കാണാനൊന്നുമില്ല. പക്ഷേ ടെറസ് പോകണം, ടെറസിൽ നല്ല വ്യൂ ആണ്. പിന്നെ ഞങ്ങൾ മക്കളെയും കൂട്ടി ആ പാർക്കിലൊക്കെ ഒന്ന് പോയിട്ടോ. പാർക്കിൽ പോയി അവർക്കൊക്കെ ഒന്ന് കളിക്കാനും അവർക്ക് എൻജോയ് ചെയ്യാനാണല്ലോ നമ്മൾ കൂടുതലായിട്ട് പോകുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ഞങ്ങളും അവിടെ ഇരുന്ന് അവർ നല്ലോണം അടിച്ചു പൊളിച്ചു. പിന്നെ ഞങ്ങൾ റൂമിൽ വന്ന് ഫ്രഷായി. അവിടെ തന്നെ മിനി തിരുപ്പതി ടെമ്പിൾ ഉണ്ട്,
അവിടെ പോയി. അവിടെ എത്തുമ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി, 7 മണിയൊക്കെ ആയിപ്പോയി. അപ്പോൾ അവിടുത്തെ പ്രസാദം നമുക്ക് കിട്ടിയില്ല. അവിടുത്തെ പ്രസാദം ലഡുവാണ്. അത് അപ്പോഴത്തേക്ക് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് ഒന്ന് തൊഴുത് ജസ്റ്റ് അതിലേക്ക് ഒന്ന് നടന്നു. നല്ല ഭംഗിയാട്ടോ. അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് ബ്രിഡ്ജിലെ ലൈറ്റ് ഷോ ഒക്കെ നന്നായിട്ട് കാണാം. കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, എന്നാലും നമുക്ക് കാണാം. ലൈറ്റ് ഷോ ഒക്കെ അടുത്തുനിന്ന് കാണുന്നതിലും ദൂരം എന്നാലും കാണാമല്ലോ. അങ്ങനെ കാണാം. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്നും എടുത്തു. അങ്ങനെ ഇപ്പോൾ ഈ ഒരു ഇവിടെ നിന്ന് നോക്കിയാൽ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം. അവിടെ 6:30 മുതൽ 9:30 വരെയായിട്ടാണെന്ന് തോന്നുന്നു. 6:30 7 മണി മുതലായിട്ടാണെന്ന് തോന്നുന്നു അവിടെ ലൈറ്റ് ഷോ തുടങ്ങുന്നത്. അവിടെ അങ്ങനെ എന്തോ ഒരു ബോർഡ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം. അപ്പം നെക്സ്റ്റ് ഡേ ആയി. അപ്പം രാവിലെ തന്നെ ഞങ്ങൾ സൺറൈസ് കാണാൻ വേണ്ടി വന്നു. പക്ഷേ സൺറൈസ് ഒന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു. പക്ഷേ ആ വീഡിയോസൊക്കെ ഞാൻ കുറേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും ക്യൂ നിന്നതും ഒക്കെ എടുത്ത് വെച്ചിരുന്നു. പക്ഷേ അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായി പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് വെച്ചതായിരുന്നു. പെട്ടെന്നാണ് ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായിരം ഡിലീറ്റായി പോയത്. അങ്ങനെ ഒരു 4-5 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾ വിവേകാനന്ദ സ്റ്റാച്യൂവിൻ്റെ അടുത്ത് എത്തിയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ അവിടെ കയറുമ്പോൾ ചെരുപ്പൊന്നും ഇടാൻ പറ്റില്ല. നല്ല ചൂടായതുകൊണ്ട് തന്നെ പാറയായതുകൊണ്ട് നല്ല പൊള്ളലായിരുന്നു കാലൊക്കെ. പിന്നെ അതാ ഗ്ലാസ് ബ്രിഡ്ജ് എക്സ്പീരിയൻസ് ചെയ്തു. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ ഒരു ചില ഭാഗത്ത് മാത്രമേ ഒരു തണുപ്പുള്ളൂ, ബാക്കിയെല്ലാം നല്ല ചൂട് തന്നെയായിരുന്നു. പിന്നെ അവിടെ പോയിട്ട് ഭയങ്കര ആയിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു മക്കളൊക്കെ ആയിട്ട് പോയിട്ട്. അപ്പോൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് ക്ലിപ്പൊക്കെ ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തിരിച്ച് ക്യൂ നിന്നിട്ടാട്ടോ തിരിച്ച് ഇപ്പുറത്തേക്ക് ബോട്ടിൽ വന്നത്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് തിരിച്ച് കോവളത്തെത്തിയേരം മക്കളും ഏട്ടനുമായിട്ട് കുറേ സമയം അവിടെ നിന്ന് ബീച്ചിൽ നിന്ന് കളിക്കുകയൊക്കെ ചെയ്തു. മണ്ണിലും വെള്ളത്തിലൊക്കെ ആയിട്ട് കുറേ കളിച്ച് ഒരു മണിക്കൂർ എന്തായാലും ഞങ്ങൾ അവിടെ ചിലവഴിച്ചിട്ടുണ്ട് കോവളത്ത് ബീച്ചിൽ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ മക്കളെയും കൂട്ടി ഫ്രഷ് ആയതിന് ശേഷം ആ സ്ട്രീറ്റിൽ കൂടിയൊക്കെ ഒന്ന് നടന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബായ്.